ജാർഖണ്ഡിൽ PSC പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് നിയമസഭാ മാർച്ച് നടക്കും. പ്രതിഷേധത്തെ നേരിടാൻ ബാരിക്കേഡുകൾക്കൊപ്പം റോഡുകളിൽ വ്യാപകമായി മുള്ളുവേലി സ്ഥാപിച്ചിരിക്കുകയാണ് ജാർഖണ്ഡ് പോലീസ്. അതേസമയം പരീക്ഷാ ക്രമക്കേട് കേസുകളിൽ CID ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച 3 ജാർഖണ്ഡ് PSC അംഗങ്ങൾ രാജിവെച്ചു. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങൾ നൽകാൻ. നോബൽ, 2 തവണ ചർച്ച നടന്നു. അത് ചർച്ച ഫലം കണ്ടില്ല, പൂർണ്ണമായും ഫലം കണ്ടില്ല. പ്രധാനമായിട്ടും CBI അന്വേഷണം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല. അപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്നു അല്ലേ? തീർച്ചയായും ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം 2 വട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചയിൽ പല കാര്യങ്ങളും തീരുമാനം ആയെങ്കിലും പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും തീരുമാനം ആകാൻ നിൽക്കുന്നതാണ് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷാ ക്രമക്കേടിൽ CBI അന്വേഷണം എന്ന ഈ വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല നിലപാടാണ് സർക്കാരും ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നിയമസഭയിലേക്ക് മാർച്ച് അടക്കം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ നിയമസഭയ്ക്കും പരിസര പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസുകൾ തീർപ്പാക്കാൻ 90 ദിവസത്തിനകം തീർപ്പാക്കാൻ അതിവേഗ കോടതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ രാജിവെച്ച സാഹചര്യം അടക്കം ഉണ്ട്. അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷ റദ്ദാക്കുന്നു, ഒപ്പം മറ്റ് നടപടിക്രമങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇപ്പോൾ തുടരുന്നതാണ്. ഇത്തരത്തിൽ ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരാനുള്ള സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ 17ാം ദിവസമാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. പല വിദ്യാർത്ഥികളും അവശനിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള റിപ്പോർട്ടുകളും അവിടെ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. നിലവിൽ പ്രതിപക്ഷം ഭരിക്കുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസും JMM ഒക്കെ ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. നേരത്തെ ഈ CJU പ്രതിഷേധം കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരായതിൽ കോൺഗ്രസ് അടക്കം സഖ്യകക്ഷിയായ സർക്കാരിന് കീഴിൽ ഇത്തരത്തിൽ പ്രതിഷേധം തുടർന്നു പോകുന്ന വലിയ തരത്തിൽ BJP ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിയൊക്കെ വിദ്യാർത്ഥികൾക്ക് പിന്തുണയെത്തി ഹേമന്ത് സോറനുമായൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ഉണ്ടായെങ്കിൽ പോലും ഇതിലൊരു തീർപ്പുണ്ടാകാത്ത വലിയ പ്രതിസന്ധി കോൺഗ്രസിനും ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇന്നിപ്പോൾ നിയമസഭാ മാർച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മാർച്ച് അക്രമത്തിലേക്ക് പോകുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. പോലീസ് നടപടിയൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പക്ഷേ സർക്കാർ വീണ്ടും വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലെങ്കിലും ഈ പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കാനുള്ള ശ്രമമായിരിക്കും സർക്കാർ നടത്തുന്നത്. അതായത് CBI അന്വേഷണം എന്ന ആവശ്യം നിലവിൽ സർക്കാർ അംഗീകരിക്കുന്നില്ല. വിദ്യാർത്ഥി പ്രതിഷേധം കൂടുതൽ കനക്കുകയാണെങ്കിൽ പക്ഷേ സർക്കാരിന് അതിന് വഴങ്ങേണ്ടി വരാനുള്ള സാധ്യതയുമുണ്ട്. നമുക്കറിയാം, ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് ജനതാ പാർട്ടിയുടെയും മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രതിഷേധം ശക്തമാവുകയും ഒരു തരത്തിലും രാജി അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലപാട് വന്നപ്പോഴാണ് അങ്ങനെ കടുത്ത തീരുമാനത്തിലേക്ക് സർക്കാർ പോകേണ്ടി വന്നത്. സമാനമായി തന്നെ CBI അന്വേഷണത്തിലേക്കും അത്തരത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം കനക്കുമ്പോൾ ആ തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകേണ്ടി വരുമോ എന്നാണ് നിലവിലെ ചോദ്യം. എന്താണെങ്കിലും നിലവിൽ സർക്കാർ ഇത് വഴങ്ങുന്നില്ല. അതിന്റെ ഭാഗമായി പ്രതിഷേധം ഇന്നിപ്പോൾ കടുപ്പിക്കാനാണ് വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.